ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള ഒരു വെജിറ്റബിൾ കറി റെസിപ്പി ആയിട്ടാണ്. നല്ല നാടൻ വെള്ളരിക്ക പച്ചടിയാണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വെള്ളരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി മുറിച്ച് വെച്ചിരിക്കുന്ന ഈ വെള്ളരിക്ക് മുഴുവനായിട്ടും ഈ ഒരു കടായിലോട്ട് ഇട്ടുകൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് മിശ്ര ചെറിയ ജാറിലോട്ട് അരമുറി തേങ്ങ ചിരകിയത് ഇട്ടുകൊടുക്കാം. തേങ്ങ കൂടുതൽ അരയ്ക്കുവാണെങ്കിൽ പച്ചടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലോട്ടൊരു 5 പച്ചമുളക് ഇട്ടെടുക്കാം. പിന്നെ പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു 1 ടേബിൾ സ്പൂൺ കടുകാണ്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്ത് വരാം. ഇപ്പോൾ ഇതാ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വെള്ളരി എന്തായെന്ന് തുറന്നു നോക്കാം. കണ്ടോ, വെള്ളമൊക്കെ വറ്റി നല്ല പെർഫെക്റ്റായി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. വെള്ളരി അധികം അങ്ങ് വെന്തുടഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ പറ്റുന്ന പാകത്തിൽ കിട്ടണം. ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ജാർ കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളച്ചിട്ട് അരപ്പൊക്കെ ഒന്ന് കുക്കായിട്ട് വരട്ടെ. ഇപ്പോൾ ഇതാ പച്ചടി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം നല്ല പുളിയുള്ള ഒരു 5 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. പച്ചടി ഇതുപോലെ അത്യാവശ്യം നല്ല തിക്നെസ്സോടെ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. അങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. ഇതൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ശേഷം ഇത് വാങ്ങി വയ്ക്കാം. ഇനി വറവ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക്, 4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നേരെ പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള നാടൻ വെള്ളരിക്ക പച്ചടി റെഡി. നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഇരിക്കുന്തോറും രുചി കൂടി വരുന്നൊരു വിഭവമാണിത്. നിങ്ങൾക്കിതൊരു 1 വീക്കൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വയ്ക്കാം. ഇതുപോലെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക പച്ചടിയും പപ്പടവും ഉണ്ടെങ്കിൽ പിന്നെ ചോറിനൊപ്പം കഴിക്കാൻ മറ്റു കറികളുടെ ഒന്നും ആവശ്യമേ ഇല്ല. എല്ലാവർക്കും എൻ്റെ നാടൻ വെള്ളരിക്ക പച്ചടി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.